പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. പറ, കേക്കട്ടെ. നീ അല്ലെങ്കിൽ പിന്നെ ആരാണെന്നാ നീ പറയുന്നേ? അന്ന് ചന്ദ്രോത്ത് നടന്ന ആഘോഷത്തിനിടയിൽ മീരെ കൊല്ലാൻ ആളെ അയച്ചത് ആ അരുന്ധതി മേഡം. കുഞ്ഞെ, ഇവൻ പറയുന്നത് വിശ്വസിക്കണ്ട. കൊലക്കുറ്റം വേറെ ആളുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കാണ് ഇവൻ. അങ്ങനെ കെട്ടിവെച്ചാലും കോടതി എന്നെ വെറുതെ വിടുവോ? മേഡം, എനിക്ക് ശിക്ഷ കിട്ടിക്കഴിഞ്ഞില്ലേ? ജീവപര്യന്തം ജയിലിൽ കിടക്കാൻ എനിക്കൊരു മടിയുമില്ല. എനിക്ക് എന്റെ ജീവിതം നഷ്ടപ്പെട്ടു. എനിക്ക് ആരുമില്ല. എന്റെ ജോലി നഷ്ടപ്പെട്ടില്ലേ? സുഹൃത്തുക്കളും ബന്ധുക്കളും കൂടെയുള്ളവരും എല്ലാവരും എന്നെ വെറുത്തു. ഞാനൊരു കൊലയാളിയാ. ഞാനിവിടെ കയറി വന്നപ്പോ നിങ്ങളൊക്കെ പേടിച്ചില്ലേ? ഒരു കൊലപാതകയുടെ മുന്നിലല്ലേ നിങ്ങളൊക്കെ നിൽക്കുന്നത്? ആ രീതിയിലാ എന്നെ കാണുന്നവരെല്ലാവരും പെരുമാറുന്നു. എനിക്കിനി ഒരു ജീവിതമില്ല. എന്ത് ശിക്ഷ ഞാൻ ഏറ്റു വാങ്ങിക്കോളാം. ഇപ്പൊ ഞാൻ ഇതിവിടെ ഒന്ന് പറഞ്ഞത് എന്റെ മനസ്സിനൊരു സമാധാനം കിട്ടാൻ വേണ്ടിയാ. പിന്നെ നിങ്ങളൊന്ന് കരുതിയിരിക്കാൻ വേണ്ടിയിട്ടും. മാഡം, ഞാനൊന്ന് ചോദിച്ചോട്ടെ? ഞാൻ ചോദിക്കുന്നതിൽ എന്തെങ്കിലും അവ്യവമാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. മാഡം അരുന്ധതി എപ്പോഴെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ? എന്നുവെച്ചാൽ അവർക്ക് പകയുണ്ടാവുന്ന തരത്തിൽ എന്തെങ്കിലും പ്രവൃത്തി ഉണ്ടായിട്ടുണ്ടോ? അവരുടെ മകനെ അപായപ്പെടുത്താൻ മാഡം നോക്കിയിട്ടുണ്ടോ? ഉണ്ടല്ലേ? അതൊക്കെ നീ എന്തിനാ ചോദിക്കുന്നേ? ആ സംഭവങ്ങളുടെ തുടർച്ച പാവം മീരയുടെ കൊലപാതകമൊക്കെ. അന്ന് ആ ആഘോഷ ദിവസം മാഡത്തിന് ഓർമ്മയുണ്ടോ? എനിക്കത് നല്ല ഓർമ്മയുണ്ട്. ഇനി നമ്മുടെയൊക്കെ സാന്നിധ്യത്തിൽ നമ്മൾ റീക്രിയേറ്റ് ചെയ്യുന്ന ഇവരുടെ വിവാഹം. സർ, പ്ലീസ് മാല അണിയിച്ചോളൂ. പ്രഭാവതി, കല്യാണ പന്തലിൽ നിന്നപ്പോൾ ആ നാണം ഇപ്പൊ വേണമെങ്കിൽ ഒന്നുകൂടി ആവാം. അന്നത്തെ തിരക്കിനിടയിൽ പ്രഭാവതി മേഡത്തെ കൊല്ലാനാ ആളെ ഇറക്കിയത്. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. ടെറസിന്റെ മുകളിൽ പതിയിരുന്ന കൊലയാളികളുടെ മുന്നിൽ ചെന്ന് പെട്ടത് പാവം മീരയായിരുന്നു. എന്താ കാര്യം പറ? എന്താ? മീരയെ കൊന്നു കഴിഞ്ഞപ്പോഴാ ആള് മാറിയെന്ന് അവർക്ക് മനസ്സിലായത്.
അവരപ്പം തന്നെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. പിന്നീട് ദേവിയെ കൊലയാളിയായിട്ട് തെറ്റിദ്ധരിക്കപ്പെടുന്നത്. കൊല്ലുമെന്നും പറഞ്ഞ് ഇങ്ങോട്ട് വന്നാലേ കൊല്ലാതെ വിടുമെന്ന് കരുതിയോ? തീർക്കും ഞാൻ, തീർക്കൂടാ, തീർത്തിരിക്കും ഞാൻ. ഈ കുടുംബത്തിലുള്ള സകല എണ്ണത്തിലും ഞാൻ തീർക്കും. കാർത്തികേയൻ എന്ന് പറയുന്ന കുപ്രസിദ്ധ ഗുണ്ടാത്തലവനെ ഞാൻ ജയിലിനകത്ത് വെച്ച് കണ്ടിരുന്നു. ഫംഗ്ഷന്റെ ദിവസം ദേവികയും അച്ഛനെയും തട്ടിക്കൊണ്ടുപോയത് അരുന്ധതിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നുവെന്ന് ആ കാർത്തികേയന എന്നോട് പറഞ്ഞത്. നിങ്ങൾ തമ്മിലുള്ള കുടുംബപരമായ പകവീട്ടലിനെ കുറിച്ചൊക്കെ ഞാൻ പിന്നീട് അറിയുന്നത്. നീ കോളേജിൽ പിള്ളേർക്ക് പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ഇനി നീ കുറെ പാഠങ്ങൾ പഠിക്കേ. ഞാനാ നിന്റെ പ്രൊഫസർ. എന്തായാലും ആ പകയിൽപ്പെട്ട് ഇല്ലാതായി പോയത് എന്റെ ജീവിതം, എന്റെ സ്വപ്നങ്ങളാ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മറ്റൊരാൾ ചെയ്ത കുറ്റത്തിന് വേറൊരാൾ അറസ്റ്റ് ചെയ്യാ. അതുമല്ല, ഇയാള് മീരമോള് പറയാനത് ഭീഷണിപ്പെടുത്തിയതല്ലേ? ലോകത്ത് പരസ്പരം വഴക്കൂടുന്ന എത്ര പേരുണ്ട്? ആ എന്ന് വെച്ച് ചുമ്മാ ആരെങ്കിലും കയറി അങ്ങ് കൊല്ലുവോ? തെളിവുകളൊക്കെ എനിക്കെതിരായിപ്പോയി. ഞാൻ വന്നതേ നിങ്ങളും സൂക്ഷിക്കണമെന്ന് പറയാൻ വേണ്ടിയാ. അവരുടെ പക മീരയുടെ ജീവൻ എടുത്തുകൊണ്ട് മാത്രം തീരില്ല. അല്ല, എവിടെ നന്ദൻ? എനിക്ക് നന്ദനെ ഒന്ന് കാണണം. മാഡം, നന്ദന വളരെയധികം സൂക്ഷിക്കേണ്ടത്. മാഡം മാഡം ഒന്ന് നന്ദനെ വിളിക്കേ. ഞാൻ സംസാരിക്കാം. എനിക്ക് അവനോട് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. നന്ദൻ ഇവിടെ ഇല്ല. എവിടെ പോയി? മാഡം, നന്ദനോട് ആവശ്യമില്ലാതെ പുറത്തേക്കെങ്ങും പോരെന്ന് പറയണം മാഡം. അരുന്ധതിയുടെ അടുത്ത ലക്ഷ്യം ചിലപ്പോൾ ഇനി നന്ദനായിരിക്കും. മാഡം, നന്ദനെ വിളിച്ചിട്ട് ഉടനെ തിരിച്ചു വരാൻ പറ. നന്ദനെ കാണുന്നില്ല പ്രകാശ്. കാണുന്നില്ല എന്ന് വെച്ചാ? എവിടെയാണെന്ന് അറിയില്ല. ഈശ്വര, പേടിച്ച പോലെ തന്നെ സംഭവിച്ചില്ല മാഡം. അന്വേഷണം നടക്കുക. ഞാൻ എത്താൻ വൈകിപ്പോയി. ഏതെങ്കിലും രീതിയിലൊക്കെ നേരത്തെ അറിയിക്കണമായിരുന്നു. താമസിച്ചുപോയി, വല്ലാതെ താമസിച്ചുപോയി. അല്ല, നന്ദനെ അവനെ കുറിച്ച് ഒരു സൂചനയില്ലേ? ഇല്ല. നാളെ അവന്റെ ജന്മദിനോ. അവൻ ഭക്ഷണം എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ എന്നുള്ള ആദിയില്ല ഞാനിപ്പോ. മാഡത്തിന്റെ മനസ്സിന്റെ ശുദ്ധത എനിക്ക് മനസ്സിലാവും. മാഡത്തെ പോലെ ഇത്രയും ഹൃദയവിശാലതയുള്ള ഒരു അമ്മയുള്ളപ്പോ ആ മകൻ എവിടെയായിരുന്നാലും ജന്മദിനം ആഘോഷിക്കും. എന്റെ മനസ്സങ്ങനെ പറയുന്നുണ്ട്. മാഡം, എല്ലാവരും ഒന്ന് സൂക്ഷിക്കണേ. ഞാൻ പോവാ. കുഞ്ഞ്,
ഭാർഗവി, ആ പ്രകാശം പറഞ്ഞത് സത്യം തന്നെ. എല്ലാത്തിന്റെയും പിറകില് അവളാ, ആ അരുന്ധതി. ഈശ്വര, ഭാർഗവി എന്റെ മോൻ. എന്താ ഞങ്ങളെ പോലീസിന്റെ അന്വേഷണം കൂടുതൽ ശക്തമാക്കാനുള്ള നടപടി ഉണ്ടാവോ? DVSPക്ക് പകരം അന്വേഷണ ചുമതല SP ഏൽപ്പിക്കാൻ സാധ്യത തെളിയുന്നുണ്ട് മുരളി. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ അതിന് വ്യക്തത വരും. പെട്ടെന്ന് നടന്നാൽ മതിയായിരുന്നു. ഇനി നമുക്ക് രാധാകൃഷ്ണൻ മുന്നിൽ ചെന്ന് അയാളുടെ ഔദാര്യത്തിന് കാത്തു നിൽക്കേണ്ടി വരില്ല. മോളെ, നീ എന്താ ഞാനൊരു നല്ല വാർത്ത പറഞ്ഞിട്ടും നിന്റെ മുഖത്തൊരു തെളിച്ചമില്ലാത്ത? ഞാനൊരു മോശം വാർത്ത കേട്ടിരുന്നു. അച്ഛനോടത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എന്താ മോളെ? ആ പ്രകാശ് ജയിലിൽ നിന്ന് ഇറങ്ങി അച്ഛാ. എന്താ? മീരെ കൊന്ന പ്രകാശ് ജയിലിൽ നിന്ന് ഇറങ്ങിയെന്ന്. അയാള് ഗിരീഷന്റെ വീട്ടിൽ ചെന്നോന്ന്. ദേവിക ആകെ പേടിച്ചിരിക്കാങ്ങളെ. ഞാൻ സമാധാനിപ്പിച്ചിട്ട് മനസ്സിലാവുന്നില്ല. അവന് നമ്മളോടൊരു വൈരാഗ്യം എന്തായാലും ഉണ്ടാവും അച്ഛാ. നമ്മളോട് അവന് വൈരാഗ്യം? തിരിച്ചല്ലേ മോളെ, നമുക്കല്ലേ അവനോട് ദേഷ്യം പോകയൊക്കെ ഉണ്ടാവേണ്ടത്. അവൻ കാരണം നമ്മുടെ കുടുംബത്തിൽ എന്തൊക്കെയാ സംഭവിച്ചത്? അവന് എന്റെ മുന്നിൽ വന്ന് പെടണമായിരുന്നു. എന്നാ പിന്നെ പരോള് കഴിഞ്ഞിട്ട് അവന് ജയിലിലേക്ക് പോകേണ്ടി വരില്ല. എന്തായാലും നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലത് തന്നെയാണ് മുരളി. അവനെ പേടിക്കണ്ട, പക്ഷേ അവന്റെ നീക്കങ്ങളൊന്ന് കരുതിയിരിക്കണം. നമുക്കിന്ന് ഗിരീഷന്റെ വീട് വരെ ഒന്ന് പോയാലോ അച്ഛാ? അതൊന്നും വേണ്ട മോളെ. പ്രകാശൻ പരോളിൽ ഇറങ്ങിയതാണെന്നല്ലേ പറഞ്ഞത്. കാലാവധി കഴിയുമ്പോൾ തിരിച്ചു പോക്കോളും. അതിനിടയിൽ അവൻ ബന്ധുക്കളെ കാണാൻ ചെന്നു, അത്രയേ ഉള്ളൂ. പരോള് കാലത്ത് ആർക്കെങ്കിലും ശല്യമായ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും അവന് ജാമ്യം പരോളൊന്നും കിട്ടില്ല. അതെ, പിന്നെ ഗിരീഷിന്റെ വീട്ടിലല്ലേ പോയത്. ഗിരീഷ് അപ്പൊ തന്നെ നല്ലത് കൊടുത്തിട്ടുണ്ടാവും. പ്രകാശനെ കുറിച്ച് ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കേണ്ട ദേവിക. കേസ് അന്വേഷണം കൂടുതൽ ഊർജിതമാക്കാൻ പോവുക. അതിന്റെ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. അതേ മോളെ, അത് മതി. നീ സമാധാനമായിട്ടിരിക്കും. അമ്മ ഞാൻ ഇറങ്ങാം. നിക്കടി എവിടാ? നീ ഇത് എങ്ങോട്ടാ പോന്നേ? 1-2 കാര്യങ്ങളുണ്ടമ്മേ. എന്ത് കാര്യമാണേലും ശരി, ഇപ്പൊ ഒരിടത്തേക്ക് പോകണ്ട. അമ്മ ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ല. അതുകൊണ്ടാ പറയുന്നത് പോകണ്ടാന്ന്. തന്നിഷ്ടപ്രകാരം നടന്ന വീടിന്റെ സമാധാനം കളഞ്ഞു. ഇപ്പതാ നന്ദനെ കാണാതെ ഓരോ ആദിയിൽ നിൽക്കുക എല്ലാവരും. ഇനിയും ആർക്ക് എന്ത് കുഴപ്പാ വരാൻ പോകുന്നതെന്ന് അറിയില്ല. അതിന്റെ ഇടയിൽ സ്വന്തം ഇഷ്ടങ്ങളാണെന്ന് പറഞ്ഞ് ഇങ്ങനെ തേരാപ്പാര നടക്കാൻ പറ്റില്ല. നീ അകത്ത് പോ. ശരി അമ്മ വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ. എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയാം. ശരി അച്ഛാ, നന്ദേട്ടനെ കാണാതായി എന്ന് വെച്ച് മനുഷ്യന് ഇവിടെ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ലേ? പുറത്തിറങ്ങാം, പക്ഷെ തിരിച്ചു വരാൻ സാധിക്കുമോന്നാ പേടി. ദേ, അമ്മ പറഞ്ഞ പോലെ നന്ദനെ തട്ടിക്കൊണ്ടുപോയവരുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് അറിയില്ല. ആരെയൊക്കെയാണ് അടുത്ത ലക്ഷ്യം വെക്കുന്നതെന്നും പിടിയില്ല. അതിനിടയിൽ നീ ഇങ്ങനെ പുറത്തുപോയി ഞങ്ങളുടെ പ്രയാസം കൂട്ടല്ലേ. അങ്ങനെ അങ്ങ് തട്ടിക്കൊണ്ടു പോകുന്നെങ്കിൽ പോട്ടെ. നിങ്ങൾ ആരും അന്വേഷിച്ചു വരണ്ട, തീർന്നില്ലേ? ശരി, ഞങ്ങളെ അനുസരിക്കാൻ പറ്റില്ലെങ്കിലേ നീ ചെല്ല്. അനുസരണക്കേടല്ല അച്ഛാ, കുറച്ച് അത്യാവശ്യം ഉള്ളതുകൊണ്ടല്ലേ. പ്ലീസ്.
ഡീ, ദേ, നിന്റെ ചേച്ചി MLA അവൾക്ക് നീയായിട്ട് ചീത്തപ്പേരുണ്ടാക്കി വെക്കരുത്. ഓ അപ്പൊ എന്നെ കാണാതാവുന്നതിലല്ല ചേച്ചിയുടെ ഇമേജ് പോകുന്നതിലാ പ്രശ്നം അല്ലേ? ശാരി, ചുമ്മാ നിന്ന് തർക്കിക്കാതെ അകത്ത് പോ. അമ്മ ഒട്ടും പേടിക്കണ്ട, എനിക്ക് ഒരു കുഴപ്പവും വരില്ല. നിങ്ങളൊന്ന് സമാധാനായിട്ട് ഇരുന്നാ മതി. നീ അവനെ കാണാനാണോ പോകുന്നേ? അതൊന്നും അമ്മ അറിയണ്ട. പിന്നെ ആരാടി ഇതൊക്കെ അറിയേണ്ടത്? സംസാരിച്ച് തർക്കിച്ച് നിന്നാ ഇന്ന് ഉദ്ദേശിച്ച കാര്യം നടക്കില്ല. ഞാൻ ഇറങ്ങാ. ഏ? ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ തടസ്സം പറയല്ലേ. ശരി. ദേവി ഇങ്ങോട്ട് വന്നോട്ടെ, ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഇല്ല സിദ്ധു, അരുന്ധതിയെക്കുറിച്ച് ഒരിക്കലും അങ്ങനെ ഒരു കഥ അവൻ ഉണ്ടാക്കി പറയില്ല. അവനെ കണ്ടപ്പോ തന്നെ ആന്റിക്ക് മനസ്സിലായോ? സത്യം പറഞ്ഞ ബെൽശബ്ദം കേട്ട് കതക് തുറന്നപ്പോ മുന്നിൽ നിൽക്കുന്നത് ഇതാരാണെന്ന് അറിഞ്ഞില്ല. പ്രകാശനാണെന്ന് മനസ്സിലാക്കിയപ്പോ ആദ്യം ഞാൻ കിടുങ്ങിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്ത ഒരവസ്ഥ. പക്ഷെ പിന്നീട് മനസ്സിൽ അടക്കി വെച്ചിരുന്ന ദേഷ്യം മുഴുവനും തീർത്തു. ഒരു നിമിഷം ഞാൻ അവനെ കൊന്നു കളയുമെന്ന് തന്നെ ഞാൻ സംശയിച്ചു. പക്ഷെ മുരളി, അവൻ വളരെ ശാന്തമായി തന്നെയാ നിന്നത്. ജയിലിൽ നിന്ന് വരുന്നത് പോലെയല്ല, ഏതോ ഒരു ആശ്രമത്തിൽ നിന്ന് വരുന്നത് പോലെയായിരുന്നു സംസാരം. ക്ഷമയും സ്നേഹവും ഒക്കെ ആയിരുന്നു. സത്യത്തിൽ എനിക്ക് അത്ഭുതമായി പോയി സിദ്ധു. അവൻ 100% ക്രിമിനലാ. ഇത്തരക്കാർക്ക് എങ്ങനെ അഭിനയിക്കണം, എങ്ങനെ പറയണമെന്നൊക്കെ നല്ല നിശ്ചയം ഉണ്ടാവും. കരയാനും കാലു പിടിക്കാനും മടിയുണ്ടാവില്ല. കൊലപാതകളുടെയും ഗുണ്ടകളുടെയൊക്കെ പല സന്ദർഭങ്ങളിലുള്ള പെരുമാറ്റം നമ്മളെ അത്ഭുതപ്പെടുത്തും. അത്രയ്ക്ക് ശാന്തരായിരിക്കും. പിന്നൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാനുള്ള നീക്കമാവും അവന്റെ ഭാഗത്തുനിന്നുണ്ടാവുക. ഇവിടെ വന്നു, ഗിരീഷിന്റെ വീട്ടിൽ പോയി, ഇനി അതുപോലെ പല പരിചയക്കാരുടെയും വീട്ടിൽ പോവും. അതെ അമ്മേ, പ്രകാശ് പറയുന്നതെല്ലാം അങ്ങ് വിശ്വസിക്കണ്ട. അവൻ ഇരട്ട മുഖ. ആന്റി, ഇനി എന്തായാലും അവനെ സൂക്ഷിക്കണം. താനൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു സാധാരണക്കാരനാണെങ്കിൽ കൊലപാതകം നടത്തിയ കുടുംബത്തിലേക്ക് കയറി വരാൻ ധൈര്യം കാണിക്കില്ല. അതാ ഞാനും ആലോചിച്ചത്. അവൻ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് തോന്നിയത് ഈ കാരണം കൊണ്ടാ. അവൻ പറഞ്ഞതൊക്കെ വാസ്തവമാണെന്ന് തന്നെയാ എന്റെ മനസ്സ് പറയുന്നത്. പണ്ട് എന്റെ കയ്യിൽ നിന്ന് അറിയാതെ സംഭവിച്ചതിനെല്ലാം അരുന്ധതി പകരം വീട്ടിയത് തന്നെയാ. പ്രകാശൻ പറഞ്ഞത് ഓരോന്നും കൂട്ടി ആലോചിച്ചപ്പോ അരുന്ധതി തന്നെയാണ് മീരെ കൊല്ലിച്ചതെന്ന് പൂർണ്ണ വിശ്വാസം വന്നു. പ്രകാശ് ഒരുപാട് ഉദാഹരണങ്ങളും പറഞ്ഞു. ബലരാമനെ കൊന്നു എന്ന് പറഞ്ഞ് സിദ്ധുവിനെ അറസ്റ്റ് ചെയ്തത് തെറ്റിദ്ധരിച്ചല്ലേ? അതുപോലെ പ്രകാശിനെതിരെ തെളിവുകൾ വന്ന് പ്രകാശൻ കുടുങ്ങിയതാണെന്ന്. ആന്റി, ഒക്കെ അവൻ കണക്കൂട്ടി പറയുന്നാവും. അവൻ പറയുന്നത് പൂർണ്ണമായും സത്യമാണോന്ന് അറിയാൻ വയ്യ. പക്ഷേ എവിടെയൊക്കെയോ ചില കാര്യങ്ങൾ ഉള്ളതുപോലെ.
കള്ളത്തരം കാണിച്ച് ഇവിടെ വന്ന ക്രിമിനലാവൻ വിശ്വസിക്കരുത്. ഉള്ളതോ കള്ളവോ ആവട്ടെ, ഇങ്ങനെ ഒരു സൂചന കിട്ടിയ സ്ഥിതിക്ക് അതൊന്ന് അന്വേഷിക്കുന്നതിന് ദോഷമൊന്നുമില്ലല്ലോ. ചിലപ്പോൾ പ്രകാശ് തന്നെ കോടതിയിൽ പുനരന്വേഷണത്തിന് പരാതി കൊടുത്തേക്കും. പ്രകാശിന് വിവരങ്ങൾ കൊടുത്ത കാർത്തികേയൻ സാക്ഷിയായേക്കും. കാർത്തികേയനും പ്രകാശിനെ പോലെ ക്രിമിനലാണ്. ഇതൊക്കെ അവർ രണ്ടുപേരും ചേർന്നുണ്ടാക്കുന്ന പദ്ധതിയാവാനും മതി. എനിക്കെന്തോ പ്രകാശ് പറഞ്ഞത് വിശ്വസിക്കാനാ തോന്നുന്നത്. ബെല്ല, നിനക്കെന്താ പറ്റിയത്? എനിക്ക് പെട്ടെന്നെന്തോ ഒരു ഡിപ്രഷൻ പോലെ. മനസ്സിന് നല്ല സുഖമില്ല. നീ കാര്യം പറ. പാപ്പന് ചിലപ്പോ ഒരു ട്രാൻസ്ഫർ ഉണ്ടായിരിക്കും. സത്യമാണോ? പാപ്പനും ആകെ വറീഡ. സീറ്റിൽ നിന്ന് മാറ്റം ഉണ്ടാകുമെന്നുള്ള ചില സൂചനകൾ നേരത്തെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ ട്രാൻസ്ഫറിന്റെ രൂപത്തിൽ വരാൻ പോകുന്നു.